ഇന്ത്യൻ സ്കൂൾ ബോർഡിന് ഒമാൻ കോടതി 20 കോടി രൂപ പിഴ വിധിച്ച സംഭവത്തിൽ ആശങ്കയുമായി രക്ഷിതാക്കൾ. വിഷയപരിഹാരത്തിനായി ബോർഡ് ഫീസ് വർധനയിലേക്ക് പോകുമോ എന്നതാണ് രക്ഷിതാക്കളുടെ ആശങ്ക. കരാർ ലംഘനത്തിന് ഭൂ ഉടമ നൽകിയ ഹർജിയിലാണ് കോടതി ബോർഡിന് കനത്ത പിഴ വിധിച്ചത്. പുതിയ സ്കൂൾ തുടങ്ങാൻ കെട്ടിടം ഉൾപ്പെടെയുള്ള സൗകര്യം നിർമ്മിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കരാർ വ്യവസ്ഥയിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്നാണ് ഇന്ത്യൻ സ്കൂൾ ബോർഡ് ഭീമമായ തുക പിഴയടക്കണമെന്ന് ഒമാൻ കോടതി വിധിച്ചത്. 9,49,659 റിയാൽ, അതായത് 20 കോടിയിലധികം ഇന്ത്യൻ രൂപ പിഴയടക്കാനാണ് 5 മാസം മുമ്പ് കോടതി വിധിച്ചത്. ഇത് ഘട്ടം ഘട്ടമായി അടക്കാൻ ധാരണയിലെത്തിയെന്നാണ് വിവരം. എന്നാൽ ഭീമമായ തുക അടക്കാൻ ബോർഡ് ഫീസ് വർധനയിലേക്കടക്കം പോകുമോ എന്ന ആശങ്കയാണ് രക്ഷിതാക്കൾക്കുള്ളത്. രക്ഷിതാക്കളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും രക്ഷിതാക്കൾക്ക് ബാധ്യത വരാത്ത രീതിയിൽ പ്രശ്നപരിഹാരം സാധ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് ബോർഡ് ചെയർമാൻ ശിവകുമാർ മാണിക്യത്തിന് രക്ഷിതാക്കൾ നിവേദനം നൽകി. എല്ലാ ഇന്ത്യൻ സ്കൂളുകളിലും പ്രവർത്തിക്കുന്നത് സ്കൂളുകൾ വിദ്യാർത്ഥികൾ നൽകുന്ന ഫീസ് കൊണ്ട് മാത്രമാണ്. മറ്റൊരു വരുമാന മാർഗങ്ങളും സ്കൂളിനില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ഭീമമായ ഒരു പെനാൽറ്റി കോടതിയിൽ നിന്ന് വന്നത് അവസാനം രക്ഷിതാക്കളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ തലയിൽ പതിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇത്തരത്തിലുള്ള ലീഗൽ യുദ്ധത്തിൽ എങ്ങനെയാണ് പരാജയപ്പെട്ടത്, ആരാണ് ഉത്തരവാദി എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം രക്ഷിതാക്കൾക്ക് അറിയേണ്ടതുണ്ട്. ബർക്കയിൽ സ്കൂൾ ആരംഭിക്കുന്നതിന് 2015 ബോർഡ് ഭൂ ഉടമയുമായി കരാർ ഒപ്പിട്ടത്. അൽജനീന പ്രദേശത്ത് സ്കൂൾ കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കാനായിരുന്നു കരാർ. എന്നാൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായെങ്കിലും കരാറിൽ നിന്ന് ബോർഡ് പിന്മാറുകയായിരുന്നു. ഇതോടെ കെട്ടിട ഉടമ കോടതിയെ സമീപിച്ചു. വർഷങ്ങൾ നീണ്ട കോടതി വ്യവഹാരത്തിനൊടുവിലാണ് വിധി വന്നത്. ഒമാനിൽ ബോർഡിന് കീഴിലുള്ള 22 ഇന്ത്യൻ സ്കൂളുകളിലായി 47,000-ലധികം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. മീഡിയ 1, മസ്കത്ത്.